Hi dear friends, Assalamu alaikum. Welcome back to Nima Diaries. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഓറിയോ ഐസ്ക്രീം. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റുമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓറിയോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് പൊടിച്ചെടുക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മിക്സിയിലല്ല പൊടിച്ചെടുക്കുന്നത്. മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്ക് ഓവറായിട്ട് പൊടിഞ്ഞ് കിട്ടണ്ട, ചെറിയ ചെറിയ ബൈറ്റ്സ് ഉണ്ടാവണം. അതാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഏറെ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ സിപ്ലോ കവറിലാക്കിയിട്ടുണ്ട്. ഇതിനി ഒരു ചപ്പാത്തിക്കോൽ എടുത്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ടും തട്ടി കൊടുത്തിട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ക്യാമറ ഞാൻ ടേബിളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിത് തട്ടി കൊടുക്കുന്ന സമയത്ത് ടേബിൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യാമറ ഇളകി. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്കാവുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാനത് നോക്കിയത്. അപ്പോൾ എല്ലാവരോടും സോറി പറയണേ. ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സിപ്ലോ കവറിന് ഇതിന് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ കവർ യൂസ് ചെയ്താൽ മതി. ഇത് പുറത്ത് പോകാണ്ടിരിക്കാൻ ഞാനിത് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് തിരുമ്മി കൊടുക്കുക. ചിലതൊക്കെ ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ക്രീം ഉള്ളതല്ല, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടെല്ലാം ഒന്ന് വേർതിരിച്ച് കൊടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ അരമണിക്കൂർ ഫ്രീസറിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ഇനി നമുക്ക് ക്രീം എടുക്കാം. ഞാനിവിടെ 500 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പ്. എൻ്റെ മെഷർമെൻറ്റ് കപ്പ് 250 ml ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാക്ടോപ്പ് എന്ന ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഡയറി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് സ്റ്റിഫായി കിട്ടുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ മധുരം കൂടെ ചേർത്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലെങ്കിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം, ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റിന് ശേഷം പതുക്കെ മീഡിയം സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിൽ തുടങ്ങുക, പിന്നെ പതുക്കെ മീഡിയം സ്പീഡിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫുള്ള് സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ബീറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പൊക്കിയതിന് ശേഷം ഓഫ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ ബ്ലേഡിലൊന്നും അധികം ക്രീമൊന്നും ഉണ്ടാവാതെ നമുക്ക് കിട്ടും. ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് അതിൽ ക്രീം എടുത്തിട്ടൊന്ന് കമഴ്ത്തി നോക്കുക. ക്രീം ചാടുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം സ്റ്റിഫായിട്ടില്ല, ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എൻ്റെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പൂണിൽ നിന്ന് താഴേക്ക് പോകാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ക്രീം ആദ്യം മധുരം ഉണ്ടോ നോക്കുക. മധുരം ഇല്ലെങ്കിൽ മാത്രമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്.
2 കപ്പ് ക്രീമിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കരുത്, പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഓവറായിട്ട് ഇളക്കിയാൽ ക്രീം നന്നായിട്ട് ലൂസാകും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഐസ്ക്രീമിന് മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഇല്ലാതെ കിട്ടും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചാലും മതി. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് അടക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ, അത്രയേ ഉള്ളൂ. ഇതിനി 6 മണിക്കൂർ സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഞാൻ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഓറിയോ ഐസ്ക്രീം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കും അറിയിക്കണം. സെയിം മെത്തേഡ് തന്നെയാണ് വാനില ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് ചേർക്കുന്നില്ല, അത്രയേ ഉള്ളൂ മാറ്റം. ഇത് ഞാൻ ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വാനില ഐസ്ക്രീമാണ്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഈ പിങ്ക് കളർ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.